വ്യാഴാഴ്ചയാണ്, വീക്കെൻഡ് ആയല്ലോ. പിള്ളേരെല്ലാം ക്ലാസ് കഴിഞ്ഞ് വന്നു. ഞാനാണെങ്കിൽ ഇന്നലത്തെ ഈവനിങ് ഡ്യൂട്ടി, ഇന്നത്തെ മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വെറുതെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിള്ളേർ രണ്ടുപേരും വഴക്കൂടി പാർക്കിൽ പോകണം, പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ്. ഞാനാണെങ്കിൽ പുറത്തെ ചൂട് കാരണം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ കേൾക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നു. സർപ്രൈസായിട്ട് ഞാൻ നോക്കുമ്പോൾ 2-3 പേര് നമ്മുടെ വീട്ടിലേക്ക്. ഇത് ഞങ്ങളുടെ ആൻഡ്രൂ, ഡെറിക്ക്, ഇസബെല്ല്. ഇത് ആദ്യയുടെയും ഫ്രണ്ട്സാണേ. ഇവരാണെങ്കിൽ നാട്ടിലൊക്കെ പോയി വെക്കേഷനായിരുന്നു, ഞങ്ങളും വെക്കേഷനായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കാണുക. അപ്പം അതിൻ്റെ ഒരു വിശേഷങ്ങളും സന്തോഷങ്ങളും ഇവരങ്ങ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയ കടികളൊക്കെ കഴിച്ച് ചെറിയൊരു ചായയൊക്കെ കുടിച്ചിരുന്നു. വീണ്ടും അവരവരുടെ ലോകത്തിലേക്ക് കിടന്നു. ഡാൻസും പാട്ടും ഗെയിമും ഒക്കെ ആയിട്ട് അവരങ്ങ് എൻജോയ് ചെയ്യുവാണേ. ഞങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇരുന്ന് വർത്തമാനം ലോകകാര്യമൊക്കെ പറഞ്ഞു. പിന്നെ വിശേഷങ്ങൾ, നാട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളും അങ്ങനെ ഇരുന്നു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം വീക്കെൻഡിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കാനും വർത്തമാനം പറയാനൊക്കെ സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങളും അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ വിചാരിച്ചു മക്കളെല്ലാവരും കൂടെ കൂട്ടിയിട്ട് കുറേ ആയല്ലോ, എന്നാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ജോ അവർക്കെല്ലാവർക്കും മക്ഡൊണാൾഡ്സിലെ ഫുഡ് ഓർഡർ ചെയ്തു. അത് വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു ഗ്യാപ്പിൽ വീണ്ടും തകർത്ത് കളിക്കുവാണ് എല്ലാവരും. ആദ്യം ചെറിയ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി, ഒരു സൈഡായിട്ടുണ്ട്. എന്നാലും ഫുഡ് വരുന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കളി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും സമയം വൈകാതെ ഫുഡ് വന്നു. അവരതെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഒത്തിരി സന്തോഷം തോന്നി മക്കളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് കഴിച്ചപ്പം. കുറേ നാളുകൾക്ക് ശേഷം അവർ വീണ്ടും ഒരുമിച്ച് കൂടി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് സമയം 9:45 നാളെ ഇനി ഫ്രൈഡേ, രാവിലെ ചർച്ചിൽ പോകണം എല്ലാവർക്കും. എല്ലാവരും ബൈ പറഞ്ഞപ്പോൾ നമ്മുടെ ആദ്യക്കുട്ടനത്തെ ചാടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാനും പോവാന്ന് പറഞ്ഞ് ഒരു തരത്തിൽ അവനെയും വലിച്ചു കയറ്റി എല്ലാവരോടും ബൈ പറഞ്ഞു. അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞു കേട്ടോ.